ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് പഞ്ചായത്ത് ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ലൈസൻസ് പുതുക്കാൻ ഡോക്യുമെന്റ് ആയിട്ട് എഴുതി തയ്യാറാക്കിയ ആഫിഡവിറ്റും ആധാർ കാർഡും പ്രീവിയസ് ലൈസൻസും ഹരിതസേനയുടെ ബുക്ക്ലെറ്റും സെൽഫ് സർട്ടിഫിക്കേഷനുമാണ് വേണ്ടിവരുന്നത്. സെൽഫ് സർട്ടിഫിക്കേഷന്റെ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുക. ഇതിൽ citizen.lsg കേരള എന്നോ അതല്ല എങ്കിൽ സിറ്റിസൺ LSG കേരള എന്നോ ടൈപ്പ് ചെയ്ത് നൽകുക. ILGMS എന്ന സൈറ്റ് വഴിയാണ് പഞ്ചായത്ത് പരിധിയിലെ സേവനങ്ങൾ ചെയ്തു നൽകേണ്ടത്. ഓപ്പൺ ആയി വരുന്ന പേജിൽ സിറ്റിസൺ സർവീസ് പോർട്ടൽ എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി അക്കൗണ്ട് ഇല്ലാത്തവർ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആധാർ ഒതന്റിക്കേഷൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടരുക എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന പേജിൽ ആധാർ കാർഡിൽ ഉള്ളതുപോലെ പേരും ആധാർ നമ്പറും ഇമെയിൽ ID-യും മൊബൈൽ നമ്പറും ക്യാപ്ച കോഡും കൊടുത്തതിന് ശേഷം അക്കൗണ്ട് സൃഷ്ടിക്കുക എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് OTP അടിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഇമെയിൽ ID-യും പാസ്വേഡും ക്യാപ്ചയും അടിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഉപഭോക്തൃനാമം എന്ന് പറയുന്നത് ഇമെയിൽ ID അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ആയിരിക്കും. ഒരു തവണ മാത്രമാണ് ആധാർ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് പാസ്വേഡ് മറന്നു പോയതാണെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനും അതുപോലെ തന്നെ ഉപഭോക്തൃനാമം മറന്നു എന്നുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇതുവഴി റിക്കവർ ചെയ്തെടുത്ത് ലോഗിൻ ചെയ്ത് കയറേണ്ടതാണ്. ലോഗിൻ ചെയ്ത് വരുന്ന ഹോം പേജിൽ തന്നെ ലൈസൻസുകളും അനുമതികളും ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ലൈസൻസുകളും അനുമതികളും എന്നുള്ള ഓപ്ഷനകത്ത് ഫാക്ടറികൾ, വ്യാപാരങ്ങൾ, സംരംഭ പ്രവർത്തനങ്ങൾ, മറ്റ് സേവന ലൈസൻസുകൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് നൽകുക. ഇതിൽ ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂവേഷൻ ചെയ്യാവുന്നതാണ്. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയിലുള്ള സേവനങ്ങൾ K-Smart എന്നുള്ള സൈറ്റ് വഴിയാണ് ചെയ്ത് നൽകേണ്ടത്. ILGMSന്റെ സൈറ്റ് വഴി ചെയ്യാൻ സാധിക്കില്ല. ഞാനിവിടെ പഞ്ചായത്ത് പരിധിയിലുള്ള ലൈസൻസ് പുതുക്കുന്നതാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ജില്ലയും ഓഫീസിന്റെ തരം എന്നുള്ള ഓപ്ഷനിൽ പഞ്ചായത്ത് എന്നുള്ള ഓപ്ഷനും അതുപോലെ തന്നെ ഏത് പഞ്ചായത്തിലാണ് ഓഫീസ് വരുന്നതെന്നും കൃത്യമായി സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. അപേക്ഷയുടെ തരം എന്നുള്ള ഓപ്ഷനിൽ വ്യക്തിഗതം എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. അപേക്ഷയുടെ വിഭാഗം എന്നുള്ള ഓപ്ഷനിൽ പൊതുവിഭാഗം എന്നുള്ള ഓപ്ഷനോ അതല്ല BPL കാറ്റഗറി ആണെങ്കിൽ BPL കാറ്റഗറി എന്നുള്ള ഓപ്ഷനോ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ശേഷം സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതേ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്തത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷയുടെ വിശദാംശങ്ങളാണ് നൽകേണ്ടത്. അതായത് അപേക്ഷ സമർപ്പിക്കുന്ന വ്യക്തിയുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. തിരിച്ചറിയൽ രേഖ തരം എന്നുള്ള ഓപ്ഷനിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് നൽകേണ്ടതാണ്. ആധാർ കാർഡ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ആധാർ കാർഡ് അവൈലബിൾ ആണെങ്കിൽ ആധാർ കാർഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. തിരിച്ചറിയൽ രേഖ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. അപേക്ഷകന്റെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID അവൈലബിൾ ആണെങ്കിൽ ഇമെയിൽ ID തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ സ്ഥിര മേൽവിലാസം എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷ സമർപ്പിക്കുന്നത് താമസിക്കുന്ന അതേ പഞ്ചായത്ത് പരിധിക്കുള്ളിൽ, അതായത് ഷോപ്പ് വരുന്നതും അപേക്ഷകൻ താമസിക്കുന്നതും ഒരേ പഞ്ചായത്ത് പരിധിക്കുള്ളിലാണെങ്കിൽ തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ എന്ന ഓപ്ഷനും അതല്ല മറ്റൊരു പഞ്ചായത്തിലാണ് എങ്കിൽ കേരളത്തിനുള്ളിൽ എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. അപേക്ഷകന്റെ വീട്ടുപേര്, വീട്ടു നമ്പർ അവൈലബിൾ ആണെങ്കിൽ വീട്ടു നമ്പർ, താമസിക്കുന്ന ലോക്കൽ ഏരിയ ഏതാണെന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളും വാർഡും അതുപോലെ വാർഡിൻ്റെ പേരും സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. പോസ്റ്റ് ഓഫീസും സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് തന്നെ പിൻകോഡ് സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്. കത്തിടപാടുകൾ നടത്തുന്നതിനുള്ള മേൽവിലാസം എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ള പ്രസന്റ് അഡ്രസ്സ് തന്നെയാണ് പെർമനന്റ് അഡ്രസ് എങ്കിൽ സ്ഥിര മേൽവിലാസത്തിന് സമാനമാണ് എന്നുള്ളത് നൽകിയാൽ മതിയാകും. ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ
അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നൽകേണ്ടത്. അപേക്ഷ സംബന്ധിച്ച വിവരണം എന്നുള്ള ഓപ്ഷനിൽ ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുകയോ അതല്ല എങ്കിൽ കോപ്പി ചെയ്ത് പുതിയൊരു ഗൂഗിളിൻ്റെ ടാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ മാറ്റർ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും സൈറ്റിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. പേജിൽ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യേണ്ടതും ഈ ഒരു സെക്ഷനിലാണ്. അപേക്ഷകൻ്റെ എഴുതി തയ്യാറാക്കിയ അഫിഡവിറ്റിൽ അപേക്ഷകൻ്റെ പേരും സ്ഥാപനത്തിൻ്റെ പേരും അഡ്രസ് ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഒരു ഡോക്യുമെൻ്റ് PDF ഫോർമാറ്റിൽ അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ 1 MB കുറവായിട്ട് അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ആധാർ കാർഡ്, ഓൾഡ് ലൈസൻസ്, ഹരിതസേനയുടെ ബുക്ക്ലെറ്റ്, ഇത്രയും കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. അറ്റാച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വിവരണം എന്നുള്ള ഓപ്ഷനിൽ എന്ത് ഡോക്യുമെൻ്റ് ആണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിനു ശേഷം ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. ഡോക്യുമെൻറ്റുകളെല്ലാം കൃത്യമായി അറ്റാച്ച് ചെയ്ത് നൽകിയതിനു ശേഷം പേജിൻ്റെ താഴെയായിട്ടുള്ള കത്തിടപാടുകൾക്കുള്ള മാർഗം എന്നുള്ള ഓപ്ഷനിൽ ഉപഭോക്തൃ ഇൻബോക്സ് എന്നുള്ള ഓപ്ഷനും വാർഡിൻ്റെ ഡീറ്റെയിൽസ്, അതായത് അപേക്ഷ സമർപ്പിക്കുന്ന ലോക്കൽ ബോഡി വരുന്ന വാർഡ് ഏതാണെന്നും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്ത ഉപഭോക്തൃ ഇൻബോക്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമായിരിക്കും ILGMS സൈറ്റ് വഴി സമർപ്പിക്കുന്ന അപേക്ഷകൾ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും ലൈസൻസ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. ചിലത് നേരിട്ട് പോയി തന്നെ വാങ്ങേണ്ടത് ആണ്. അതുകൊണ്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം കൺസേൺ ലോക്കൽ ബോഡിയിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് സെക്ഷനിൽ അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത് സെൽഫ് സർട്ടിഫിക്കേഷൻ ആണ്. ഇതിൻ്റെ ഫോർമാറ്റ് വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ലിങ്കിലൊന്ന് കൊടുത്തേക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫില്ലപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഡോക്യുമെൻറ്റുകൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം അടുത്തത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിച്ചതിന് ശേഷം കൺസേൺ ലോക്കൽ ബോഡിയിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ വെരിഫൈ ആയ ശേഷമാണ് പേയ്മെൻറ്റ് അടച്ച് കൊടുക്കേണ്ടത്. പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട് സൈറ്റിൻ്റെ ഏറ്റവും മുകളിൽ ഡോളറിൻ്റെ ഒരു സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. റുപ്പിയുടെ സിമ്പിൾ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് അലേർട്ട് മെസ്സേജ് വരുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് സൈറ്റിൽ വരുന്ന റെസിപ്റ്റുകൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. കാരണം ഈ ഒരു റെസിപ്റ്റ് സമർപ്പിക്കുന്ന സമയത്ത് മാത്രമേ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അപേക്ഷ അതുപോലെ കൈപ്പറ്റ് റെസീറ്റ് ഈ 2 കാര്യങ്ങളും കൃത്യമായി ഡൗൺലോഡ് ചെയ്തെടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷകൾ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ ILGMSൻ്റെ സൈറ്റിൽ അപേക്ഷ സമർപ്പിച്ച പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കയറി ഏറ്റവും മുകളിൽ 3 ലോഗോ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് തിരുത്തലുകൾ ആവശ്യമായ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.